രേണു സുധി PR-നെ സെറ്റ് ചെയ്തിട്ടാണോ ബിഗ് ബോസിനകത്തേക്ക് വന്നത്? രേണു സുധി പറയുന്ന പോലെ ഇന്നലെ ബിഗ് ബോസിനോട് കാണിച്ച ഭയങ്കര വലിയൊരു ചതിയാണോ ലാലേട്ടൻ ചോദ്യം ചെയ്യപ്പെട്ട ഇഷ്യൂ? എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? അത് ആക്ച്വലി എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ രേണു സുധിയുടെ വീഡിയോ കേസാണ് ഇന്നലെ ബിഗ് ബോസിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ട മെയിൻ കാര്യം. ഇതിനകത്ത് ലാലേട്ടൻ പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇനിയും എത്ര ആഴ്ചയിൽ അതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ, എന്നിട്ട് അങ്ങനെ ചെയ്യരുത്, വോട്ട് ചോദിക്കരുത് എന്ന് പറയുന്ന ഒരു സ്ഥലം. ഞാൻ ചോദിക്കട്ടെ, ഈ ബിഗ് ബോസിലെ മലയാളം വ്യൂവേഴ്സിൻ്റെ അടുത്ത് മാത്രമാണ് ഞാൻ പറയുന്നത്. രേണു സുധി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് പറയാനോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഏതോ ഒരു കണ്ടസ്റ്റൻ്റ് ആയിക്കോട്ടെ, X or Y, ഏതൊരു കണ്ടസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാലും അവർക്ക് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ ഇടാൻ പാടില്ല എന്ന് നിയമമുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ബിക്കോസ് ഞാൻ തമിഴ് ബിഗ് ബോസ് കാണുന്നതാണ്, ഹിന്ദി ബിഗ് ബോസ് കാണുന്നതാണ്. ഈ ബിഗ് ബോസുകളിലൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓരോ ആഴ്ചയും രേണു സുധി എടുത്തു വെച്ചിരുന്ന വീഡിയോ പോലെ ഓരോ ആഴ്ചകളിലിടാനുള്ള വീഡിയോസ്, പോസ്റ്റുകൾ, വോട്ട് ചോദിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ, ഓണം ആണെങ്കിൽ ഓണം വരുമ്പോഴുള്ള വിഷസ്, ക്രിസ്മസ് ആണെങ്കിൽ അതിൻ്റെ വിഷസ്, 50 ദിവസം നിർത്തിയതിന് താങ്ക് യു, ഇനി വോട്ട് ചെയ്യണം, ഗ്രാൻഡ് ഫിനാലെ വരെ ഉള്ളത് എടുത്തു വെച്ചിട്ട് പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. മലയാളത്തിൽ നമ്മളത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഭയങ്കര അയ്യോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. രേണു സുധി പറഞ്ഞത് വേറെ, ഞാൻ പല കണ്ടസ്റ്റൻസിൻ്റെ വീഡിയോ മലയാളത്തിൽ മുന്നേ കണ്ടിട്ടുണ്ട്. നമുക്ക് വോട്ട് തരണം, വോട്ടൊന്ന് നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആക്ച്വലി രേണു സുധിയുടെ ഭാഗത്ത് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യപ്പെട്ടൊരു സാധനം, രേണു സുധി പറഞ്ഞു ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ നോമിനേഷനിലുണ്ട്, അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എല്ലാവരും വോട്ട് തരണം. എല്ലാവരും വോട്ട് ചോദിച്ചിട്ടുണ്ട്. പറയുവാണെങ്കിൽ ഇത് പണ്ടേ പറയണമായിരുന്നു. ഓക്കെ, അത് ഒന്നാമത്തെ കേസ്. പിന്നെ രേണു സുധി ഞാൻ ഫസ്റ്റ് വീക്ക് എലിമിനേഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. ഇതുപോലെ തന്നെ സെക്കൻഡ് വീക്കും തേർഡ് വീക്കും ഫോർത്ത് വീക്കും ഫിഫ്ത്ത് വീക്കും എനിക്ക് തോന്നുന്നു ടിൽ അപ് ടു ഫിനാലെ വരെ എടുത്ത് വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. പക്ഷേ ഇത് തമിഴ് ബിഗ് ബോസ് ഞാൻ കഴിഞ്ഞ 2 ഇയറായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തമിഴ് ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസ് 4-5 വർഷം, 4-5 അല്ല, കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. തമിഴ് ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തോ പറയൂ ഇവർ, അതിനകത്ത് ഡേ ബൈ ഡേ ആണ് ഈ സാധനം വരുന്നത്. ഓരോ കണ്ടസ്റ്റൻറ്റും ഒന്നാമത്തെ ആഴ്ച ഞാൻ എലിമിനേഷനിൽ ഇருக்கு, അപ്പോൾ നീങ്ക മക്കതാ എന്നെ സപ്പോർട്ട് பண்ண, എനിക്ക് വോട്ട് കൊടുക്കണം, ഹോട്ട്സ്റ്റാർ ജോയിൻ പണി എന്താ, അങ്ങനെ എല്ലാം പറയും അവർ. മലയാളത്തിൽ പക്ഷെ അങ്ങനെ ചെയ്ത ഇവരുടെ വോട്ട് ചോദിക്കുന്നതും ബിഗ് ബോസുമായിട്ട് എന്ത് ബന്ധം? ബിഗ് ബോസ് ഇനി പറയുന്നവനൊക്കെ ചിന്തിച്ചോ എന്തോ, അയ്യോ രേണു സുധി ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോയി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടതാണ് എന്നൊക്കെ ആളുകൾ കരുതുമോ, അതുകൊണ്ട് നമ്മളൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമോ, അങ്ങനെയൊക്കെ ഇവർ വിചാരിച്ചുകൊണ്ടാണോ വിട്ടതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷെ അതൊന്നും പറയണ്ടേ, 7 സീസൺ ആയില്ലേ, മലയാളിയൊക്കെ അറിയില്ലേ. അപ്പം അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. സംഭവം അങ്ങനെ അത് PR ആണെന്നോ, PR ഒക്കെ എല്ലാവർക്കും ഉണ്ട്. സത്യം പറയാമല്ലോ, ഇപ്പം 18 കണ്ടസ്റ്റൻസ് അവിടെ ഉള്ളതിൽ ഒരു 14 പേർക്കും PR ഉള്ള കാര്യവും അത് ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് സത്യം. അതൊരിക്കലും PR ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയില്ല. PR നല്ലതാണ്. അത് ഓരോ കണ്ടസ്റ്റൻസും അവിടെ പറയുന്ന സംഭവങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ 1-2 റീലുകൾ കട്ട് ചെയ്ത് വരാനും 4-5 കമൻറ്റ് എഴുതാനൊക്കെ ആണെങ്കിൽ PR നല്ലതാണ്. അല്ലാതെ റിവ്യൂ ചെയ്യുന്നവരിൽ PR കൊടുക്കുക, പിന്നെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് PR കൊടുക്കുക, വോട്ടുകളിൽ PR എടുക്കുക, അതൊക്കെ വളരെ മോശമായുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്യാം, നല്ല PR-ന്റെ ലക്ഷണമാണ്. ഓക്കെ, അപ്പോൾ PR നല്ലതാണ്. അതിന് കടക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തും നല്ലതാണ്. ഇത്തവണ അങ്ങനെ രീതിയിലൊരു മാസീവ് സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് ഇളവി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും വളരെ വ്യക്തമായിട്ട്. അപ്പോൾ രേണു സുധി കാണിച്ചത് PR-ന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ PR അവിടെ ചെയ്യുന്നുണ്ട്. രേണു സുധിയുടെ കേസ് ഇന്ന് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരാളെ ഈ കേസിൽ ഈ ഒരു കാര്യത്തിന് പോയിന്റ് ഔട്ട് ചെയ്തെങ്കിൽ ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു, അതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യപ്പെടും. അപ്പം ഞാൻ അത് ആലോചിക്കുന്നത്, ഇവർ ഹിന്ദിയും തമിഴൊക്കെ കണ്ടിട്ട് മലയാളം വന്ന് ഭയങ്കര ഒരു എന്താ പറയുക ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു നാട്ടുകാരും ഓഡിയൻസും അങ്ങനെ ഒരു ലെവലിലേക്കുള്ളൊരു സാധനമാണ് കൊടുത്തത്. കാരണം എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ സാധനമാണ്. മീൻസ് ഞാൻ തുടക്കം മുതലേ പറയുന്ന സാധനം ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അന്ന് ഇത് ഗാർഡൻ, ഇത് കിച്ചൺ, നമുക്ക് ആദ്യത്തെ ഒരു സീസൺ കാണാം. നമ്മൾ മന്ദബുദ്ധികളല്ല, പ്രേക്ഷകർ ആരും മന്ദബുദ്ധികളല്ല, എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം.
എല്ലാവർക്കും അറിയാം. വീണ്ടും 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 ഈ കാര്യം സീസൺ 1 നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ്, ഒരു പുതിയ സീസണാണ്, ആദ്യമായിട്ട് വരുന്നതാണ്, അപ്പോൾ എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല ബിഗ് ബോസ്, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അതേപോലെയായിരുന്നു ഗ്രാൻഡ് ലോഞ്ച്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാരണം മലയാളികൾക്ക് അറിയാം ബിഗ് ബോസ് എന്താണെന്നുള്ളത്. വീണ്ടും ഈ സാധനം പറയേണ്ട ആവശ്യമില്ല, പോട്ടെ. ഇപ്പോൾ ഓരോ സാധനങ്ങൾ ഇതുപോലെ അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതിങ്ങനെ, ഇതിങ്ങനെ. അപ്പം ഞാൻ ആലോചിക്കണം, അയ്യോ ഇതെന്തായി കാണിക്കുന്ന, ബിഗ് ബോസ് ഇതുവരെയും വരാത്ത പോലെ ആദ്യമായിട്ട് വന്ന കണക്കത്ത ഒരു ഇതാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് കണ്ടിട്ട് ഞാൻ അയ്യോ വേണ്ട, അത്രയും ഇടുങ്ങിയ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരല്ല നമ്മളെന്ന് എനിക്ക് തോന്നിപ്പോയി. അല്ലേ, നമുക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം PR ഉണ്ടെന്ന്. ഇപ്പൊ നമുക്ക് അറിയില്ലേ, അവർ പറഞ്ഞു തന്നിട്ട് വേണോ നമുക്കറിയാൻ PR ഉണ്ട്, ഫാൻ പേജസ് ഉണ്ടെന്ന് പറഞ്ഞു തന്നിട്ടാണോ അറിയാൻ. ഇതൊക്കെ സീസൺ 1 ആണെങ്കിൽ ഫാൻ പേജാ, PR ആർമിയാ, നമ്മൾ ഞെട്ടിയിരിക്കുമോ, ഇരിക്കും. ഇപ്പം നമുക്ക് ഞെട്ടലില്ല, കാരണം നമുക്ക് അറിയാം എന്താണ് ബിഗ് ബോസ് എന്നുള്ള കാര്യം. ഇപ്പം 5-6 വർഷമായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഓരോ പ്രാവശ്യം കുറച്ച് ഫോമാറ്റുകൾ മാറി 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 വരും, അത്രേ ഉള്ളൂ. അപ്പം രേണുസുതി എന്നല്ല ഒരു കണ്ടസ്റ്റന്റും വീഡിയോയിൽ ഈ പറഞ്ഞ കണക്ക് വോട്ട് ചോദിക്കുന്ന ഒരു സാധനം ഇവരുടെ എഗ്രിമെന്റിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എഗ്രിമെന്റ് എനിക്ക് തോന്നുന്നു കുറേ പേജ് ഉണ്ട്, അത് ഒരു 100-300 പേജുള്ള ഒരു എഗ്രിമെന്റ് ആണ് ആ സാധനം. അതിനകത്ത് അത് വായിച്ച് തീർക്കാൻ തന്നെ ദിവസം എടുക്കും. കണ്ടസ്റ്റൻസ് എല്ലാവരും അത് ഡിജിറ്റൽ സൈനിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷേ തമിഴ് ബിഗ് ബോസിലും ഹിന്ദി ബിഗ് ബോസിലൊക്കെ വോട്ട് ചോദിച്ച് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും എന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്നെ നിങ്ങൾ ഈ ആഴ്ച സേവ് ആക്കിയതിൽ ഒത്തിരി നന്ദി, ഈ ആഴ്ചയും ഞാൻ നോമിനേഷനിലുണ്ട്, ഇത് നിങ്ങൾ എന്നെ സേവ് ആക്കി. ഇതൊക്കെ അവരെ മുൻകൂട്ടി കരുതി എടുത്ത് വെക്കുന്നതാണ്. ഫസ്റ്റ് വീക്കിലെ നോമിനേഷനിൽ ഞാനുണ്ട്, സെക്കൻഡ് വീക്കിൽ ഞാനുണ്ട്, തേർഡ് വീക്കിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആവശ്യം വരുന്നത് എപ്പോഴാണോ അത് മാത്രം എടുക്കും. ഫസ്റ്റ് വീക്കിൽ നോമിനേഷനിലുണ്ടെങ്കിൽ അതിടും, സെക്കൻഡിൽ ഇല്ലെങ്കിൽ അതിനെടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഇടത്തില്ല. വേറെ വലിയ പണിയൊന്നുമില്ലല്ലോ, 1 മിനിറ്റിലേ ഉള്ളൊരു വീഡിയോ. മാത്രമല്ല രേണുസുതി ഇന്നലെ പറഞ്ഞ ആ സാധനത്തിൽ രേണുസുതി പറയുന്നുണ്ട്, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എടുത്ത് എൻ്റെ ഫ്ലൈറ്റ് വരെ മിസ്സായി പോവേണ്ടതായിരുന്നു എന്ന് രേണുസുതി പറയുന്നുണ്ട്. മീൻസ് ഒരു നിസ്സാരം ഇന്നലെ വന്ന 1 മിനിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. രേണുസുതിക്ക് ഫ്ലൈറ്റ് മിസ്സാവാൻ പോലും ഈ വീഡിയോ എടുത്തത് കാരണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അത്രമാത്രം വീഡിയോസ് രേണുസുതി എടുത്തിട്ടുണ്ട്. വോട്ട് കയറണം, സെക്കൻഡ് വീക്കിലുണ്ട്, തേർഡ് വീക്കിലുണ്ട്, ലാലേട്ടൻ നല്ല പൊക്കി പിടിച്ചിട്ട് ഇനി അടുത്ത ആഴ്ച വരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത്രമാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രേണു മാത്രമല്ല പല കണ്ടസ്റ്റൻസും എടുത്തു വെച്ചിട്ടുണ്ടാവും. അവർക്ക് പോസ്റ്റ് ചെയ്യാൻ സമയമായി കാണത്തില്ല, ഇനി അത് പോസ്റ്റ് ചെയ്യത്തുമില്ല. ഈ കാരണം വാൺ ചെയ്തുകൊണ്ട് ഇനി അത് പോസ്റ്റ് ചെയ്യത്തുമില്ല. നമുക്ക് നോക്കാം, എന്തായാലും കൊള്ളാം. മലയാളം ബിഗ് ബോസിന്റെ സ്റ്റാൻഡേർഡ് ഉയർന്നു പോകണം എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. പക്ഷേ എന്താ ഒരു ഭയങ്കര സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഈ ഒരു കേസിൽ. രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതല്ല, പക്ഷെ ജനറലി ആരുടെ കേസിലായാലും വോട്ട് പിടിക്കുന്നതൊക്കെ അവർക്ക് പുറത്തുനിന്ന് ചെയ്തു വെക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസാണ്. ഈ 7ാമത്തെ സീസൺ ആയതുകൊണ്ട് 7ന്റെ പണിയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, എവിക്ഷൻ പ്രൊമോ. നമ്മുടെ രഞ്ജിത്ത് ഔട്ടാവുന്നതിൻ്റെ എവിക്ഷൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരാളെ കൊണ്ടുപോവാണ് എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. വേറെ പ്രൊമോക്കകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ബിഗ് ബോസ് വീണ്ടും വാതിൽ അടയുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.